സർക്കാർ നടത്താനൊരുങ്ങുന്ന അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനത്തിന് എത്തരുതെന്ന് മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ എന്നിവരോട് സമരം തുടരുന്ന ആശാപ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഈ പ്രഖ്യാപനം സർക്കാരിൻ്റെ കാപട്യമാണെന്നും മാസങ്ങളായി സമരം ചെയ്യുന്ന തങ്ങൾ തന്നെ ഇതിന് ഉദാഹരണമാണെന്നും 3 പേർക്കും അയച്ച ഇമെയിൽ സന്ദേശത്തിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. ശബരിമല സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 30 മെറ്റൽ ഡിറ്റക്ടറുകൾ കൂടി വാങ്ങാൻ 81 ലക്ഷം രൂപ ചെലവിടാൻ സർക്കാർ അംഗീകാരം നൽകി. തീർത്ഥാടന കാലത്തെ അപ്രതീക്ഷിത ചെലവുകൾക്ക് 6 ലക്ഷം രൂപ പോലീസിന് അനുവദിക്കും. ഡ്രൈവർമാരെ ഓഹരി ഉടമകളാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സഹകരണ ടാക്സി സേവനം ഭാരത് ടാക്സിക്ക് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരത് ടാക്സി സംവിധാനം നിലവിൽ വരുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് 132 വിമാന സർവീസുകൾ അധികമായി ആരംഭിക്കും. ഇതിൻ്റെ ഭാഗമായി കണ്ണൂർ, കൊച്ചി, ബംഗളൂരു, ഡൽഹി, മുംബൈ, ട്രിച്ചി എന്നിവിടങ്ങളിലേക്ക് സർവീസുകളുടെ എണ്ണം കൂടും. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് അവസാന ലാപ്പിലെത്തുമ്പോൾ തിരുവനന്തപുരം 183 സ്വർണവുമായി ബഹുദൂരം മുന്നിലാണ്. 2ാം സ്ഥാനത്ത് തൃശൂർ 83 സ്വർണം. സ്വർണം, വെള്ളി, വെങ്കലം പോയിന്റുകളായി 698 പോയിന്റുകളോടെ പാലക്കാട് 3ാം സ്ഥാനത്തും തുടരുന്നു. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മാർച്ച് 3-നായിരിക്കും. 132 പേരടങ്ങുന്ന ഉത്സവ സമിതി രൂപീകരിച്ചു. കവിയും ചലച്ചിത്രഗാന രചയിതാവുമായിരുന്ന അതുല്യ പ്രതിഭ വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികമാണിന്ന്. വയലാർ എന്ന മഹാകവിക്ക് മരണമില്ലെന്ന് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി അഭിപ്രായപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻത ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ച തീരം തൊടും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.